ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുന്നതിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഒരു രൂപമാണ് അബൂ മഹ്ദൂറ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മുഅദ്ദിൻ, ബാങ്ക് കൊടുക്കുന്ന ആളുടെ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഇഖാമത്തിന്റെ രൂപമല്ല, മറ്റൊരു രൂപമാണിത്. ഇത് ഇമാം അബൂദാവൂദ്, ഇമാം തിർമിദി, ഇബ്നു മാജ, അഹ്മദ് എന്നിവരൊക്കെ റഹിമഹുമുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. സ്വീകാര്യോഗ്യമായിട്ടുള്ള ഹദീസാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തതായിട്ട് പറയുന്നത് അല്ലമഹുൽ അദാന 19 കലിമ വൽ ഇഖാമ 17 കലിമ. 17 വാക്കുകളാണ് ഇഖാമത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതായത് സാധാരണ നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഇപ്പോൾ 4 ആയി. പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ് ഖദ് ഖാമത്തിസ് സ്വലാഹ് ഖദ് ഖാമത്തിസ് സ്വലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഒരു രൂപമാണ്. സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് അധിക പണ്ഡിതന്മാരും തിരഞ്ഞെടുത്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ നിവേദനങ്ങൾ വന്നിട്ടുള്ളതും. എന്നാൽ ഈ രണ്ടാമത്തെ രൂപവും കൊണ്ട് ഇഖാമത്ത് കൊടുക്കാം എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ടവരാണ് ഇബ്നു ഖുസൈമ, ഷെയ്ഖുൽ ഇസ്ലാം, സനആനി, ഷൗക്കാനി, ഇബ്നുൽ ഖയ്യിം റഹിമഹുമുല്ലാ. ഇവരെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ 2 തരത്തിലുള്ള ഇഖാമത്തുകളും കൊടുക്കാം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വല്ലാഹു തആല അലം.